CPM-ൻ്റെയും CM-ൻ്റെയും ശ്രീ PM-ഉം BJP തന്നെയാണ്, CPI അല്ല. ഷാഫി പറമ്പിലെ ഈ പറയുന്ന PM ശ്രീ പദ്ധതിയിൽ, ആ സ്കീമിൽ, അതിൻ്റെ MOയിൽ കേരള സർക്കാർ ഒപ്പുവെച്ചതിന് തൊട്ടു പിന്നാലെ സോഷ്യൽ മീഡിയയിൽ തൻ്റെ പ്രതികരണം അറിയിച്ചിരിക്കുകയാണ് ഷാഫി പറമ്പിൽ. ഷാഫി പറമ്പിൽ വളരെ വ്യക്തമായിട്ടാണ് പറയുന്നത്, CPM-ൻ്റെയും CM-ൻ്റെയും എന്ന് പറഞ്ഞാൽ CPM-ൻ്റെയും പിണറായി വിജയൻ്റെയും ശ്രീ, ആ ശ്രീ എന്ന് പറയുന്നത് PM-ഉം BJP-യുമാണ് എന്ന് പറഞ്ഞാൽ പ്രൈം മിനിസ്റ്ററും BJP-യും തന്നെയാണ്, അതല്ലാതെ CPI അല്ല. അതുകൊണ്ടാണല്ലോ CPI-യുടെ വാക്കുകൾക്കോ CPI-യുടെ അഭിപ്രായത്തിനോ CPI-യുടെ ഈ പറയുന്ന പ്രതിഷേധത്തിനോ CPI-യുടെ എതിർപ്പിനോ ഒന്നും ഒരു വിലയും നൽകാതെ, CPI-യുടെ വാക്കുകൾ കേൾക്കുക പോലും ചെയ്യാതെ, നീയൊക്കെ അങ്ങോട്ട് മാറി നിൽക്കടാ എന്ന് പറഞ്ഞ് തട്ടി മാറ്റിക്കൊണ്ട് CPI-കാരനെയും CPI-യുടെ മന്ത്രിയെയും ഈ പറയുന്ന ബിനോയ് വിശ്വത്തെയും ഒക്കെ തട്ടി മാറ്റിക്കൊണ്ട്, നീയൊക്കെ ആരടാ, ഞാനാണ് കേരളം ഭരിക്കുന്നത് എന്നുള്ള അഹങ്കാരത്തോടു കൂടി, ധാർഷ്ട്യത്തോടു കൂടി CPI-കാരനായിട്ടുള്ള ബിനോയ് വിശ്വത്തെയും മന്ത്രിമാരെയും ഒക്കെ ഒന്നും അറിയിക്കാതെ ചെന്ന് ചാടി പോയിട്ട്, ഓടിപ്പോയിട്ട് ഈ പറയുന്ന പദ്ധതിയിൽ ഒപ്പുവിട്ടത്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട്. CPI ഈ പറയുന്ന MOയിൽ, PM ശ്രീയുമായി ബന്ധപ്പെട്ട MOയിൽ ഒപ്പുവെക്കുന്നത് എന്നാണ്? ഒപ്പുവെക്കുന്നത് ഈ മാസം 16-നാണ്. അത് കഴിഞ്ഞിട്ട് ഈ കഴിഞ്ഞ 22-ന് ഒരു മന്ത്രിസഭാ യോഗം നടന്നിട്ടുണ്ട്. ആ മന്ത്രിസഭാ യോഗത്തിൽ 16 കഴിഞ്ഞിട്ട് 16-ാം തീയതി MOയിൽ PM ശ്രീയുമായി ബന്ധപ്പെട്ട MOയിൽ ഈ പറയുന്ന ഒപ്പുവെക്കുന്നു. അത് കഴിഞ്ഞിട്ട് 22-ാം തീയതി മന്ത്രിസഭാ യോഗം ചേരുകയുണ്ടായി. ആ മന്ത്രിസഭാ യോഗത്തിൽ ഇതുമായി ബന്ധപ്പെട്ട ഒരു വാക്ക് പോലും ഈ പറയുന്ന ശിവൻകുട്ടിയോ ഈ പറയുന്ന മുഖ്യമന്ത്രിയോ വാ തുറന്നില്ല എന്നുള്ളതാണ്. കേരളത്തിന്റെ പൊതുവിദ്യാഭ്യാസ രംഗത്തെ കൊണ്ടുപോയി ഈ പറയുന്ന RSSന്റെ കാൽ കീഴിൽ കൊണ്ടുപോയി വെച്ചു കൊടുത്തിട്ട് അവിടെ നിന്ന് കുമ്പിട്ട് വണങ്ങിയിട്ട്, തമ്പ്രാനെ പൊറുക്കണം, മാപ്പാക്കണം, തൻ്റെ മക്കളെ സംരക്ഷിക്കണം എന്ന് പറഞ്ഞ് തൻ്റെ മക്കളെ സംരക്ഷിക്കാനുള്ള എല്ലാവിധ ഒത്താശയും ഉറപ്പാക്കിയിട്ട് അവിടെ നിന്ന് ഇറങ്ങി വന്ന പിണറായി വിജയൻ, ആ പിണറായി വിജയൻ ഇപ്പൊ കളിച്ച് മുമ്പൊക്കെ MR അജിത് കുമാറിനെയും EP ജയരാജനെയും ഒക്കെ ദൂതന്മാരാക്കി പറഞ്ഞു വിട്ടുകൊണ്ടായിരുന്നു RSSുമായി ഡീല് നടത്തിക്കൊണ്ടിരുന്നത്. ഇപ്പോ കാര്യങ്ങൾ മറിച്ച് മാറ്റിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇനി ദൂതന്മാരുടെ ആവശ്യമില്ല. ഇനി ഈ ഡീൽ കേരളത്തിലെ ജനങ്ങളൊക്കെ അറിഞ്ഞോട്ടെ, ഇവിടെ ഒരു കുഴപ്പമില്ല, ഞങ്ങൾ RSSുമായിട്ട് നല്ല ഡീലുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. ആ ഡീലിന്റെ പ്രത്യുപകാരമാണ് ഞങ്ങൾ തൃശ്ശൂരിൽ സുരേഷ് ഗോപിയെ വിജയിപ്പിച്ചു കൊടുത്തത്. തൃശ്ശൂരിൽ സുരേഷ് ഗോപിയെ വിജയിപ്പിച്ചു കൊടുക്കാൻ പല നാണം കെട്ട കളികളും ഇവർ കളിച്ചിട്ടുണ്ട്. ആദ്യം RSS നേതാക്കളെ കാണാൻ വേണ്ടിയിട്ട് MR അജിത് കുമാറിനെ പറഞ്ഞു വിടുന്നു. RSSന്റെ അജണ്ട, പ്ലാനുകൾ എന്താണെന്ന് ചോദിച്ചറിയുന്നു. ആ പ്ലാനുകൾ MR അജിത് കുമാർ വന്നിട്ട് തൃശ്ശൂരിൽ നടപ്പാക്കുന്നു. തൃശ്ശൂർ പൂരം കലക്കുന്നു. ആ പൂരം കലക്കിയ ആ പൂരവേദിയിലേക്ക് സുരേഷ് ഗോപിയെ ഒരു സ്റ്റാർ ആക്കി കൊണ്ടുവരുന്നു. അവിടെയും തീർന്നില്ല. തൃശ്ശൂരിൽ വ്യാപകമായ ക്രമക്കേട്, വോട്ടർ പട്ടികയിൽ വ്യാപകമായ ക്രമക്കേടുകൾ നടത്തുന്നു. അതിനൊക്കെ പിണറായി വിജയൻ മൗനാനുവാദം നൽകുന്നു. നിങ്ങളൊരു കാര്യം എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? സുരേഷ് ഗോപി പല ആളുകളെയും വിമർശിക്കുന്നതും പലരെയും വിമർശിക്കുന്നതും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നെങ്കിലും ഈ പറയുന്ന പിണറായി വിജയനെതിരെ എന്തെങ്കിലും ഒരു വാക്ക് സുരേഷ് ഗോപി പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഒരിക്കലും പറയില്ല. കാരണം സുരേഷ് ഗോപിയെ വിജയിപ്പിക്കാൻ വേണ്ടി എല്ലാവിധ ഒത്താശകളും ചെയ്തു കൊടുത്തത് പിണറായി വിജയനാണ്. അതിന് പിണറായി വിജയന് അതിൻ്റെതായ ഉപകാരങ്ങൾ കിട്ടിയിട്ടുണ്ട് കേട്ടോ. പിണറായി വിജയന് കിട്ടിയ ഉപകാരങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ, മകൾ വീണയും മകൻ വിവേകും അകത്താവാതെ ഇപ്പോഴും ഇറങ്ങി നടക്കുന്നുണ്ടെങ്കിൽ അത് ഈ പറയുന്ന RSSന് വിടുപണി ചെയ്തതിന്റെ കൂലിയാണ്, പ്രതിഫലമാണ്. ഒരു തർക്കവുമില്ല. ഇനിയും തുടരും. എന്തിനാ? കാരണം ഇനി ഈ പറയുന്ന ഗവൺമെന്റിന്റെ കാലാവധി കഴിയാൻ വളരെ ചുരുങ്ങിയ ദിവസങ്ങൾ മാത്രമാണ് പിണറായി വിജയന്റെ കൈകളിലുള്ളത്. ഈ പിണറായി വിജയൻ ഭരണത്തിൽ നിന്നെങ്ങാനും താഴെ ഇറങ്ങിക്കഴിഞ്ഞാൽ അടുത്ത ഏത് നിമിഷവും
മക്കളെ കൊത്തിവലിച്ചു കൊണ്ടുപോയി ഈ പറയുന്ന ജയിലിൽ അഴിക്കുള്ളിലാക്കുമെന്നുള്ള കാര്യത്തിൽ പിണറായി വിജയന്, തൈക്കണ്ടി വിജയന് ഒരു തർക്കവും ഇല്ല കേട്ടോ. തൈക്കണ്ടി വിജയന് ആ ഭയം നല്ലതായിട്ട് തൈക്കണ്ടി വിജയനെ വേട്ടയാടുന്നുണ്ട്. ആ ഭയത്തിന് പുറത്ത് നിന്നുകൊണ്ടാണ് ഇത്രയും ദിവസം PM ശ്രീയും ഈ പറയുന്ന നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയും, അതായത് NEP-യും ഈ കേരളത്തിൽ നടപ്പാക്കില്ല എന്ന് ഘോരം ശബ്ദിച്ച ഈ സഖാക്കൾ തന്നെ ഈ പറയുന്ന PM ശ്രീയിൽ പോയി ഒപ്പിട്ടത് എന്നുള്ളതാണ്. പിന്നെ ഇവിടെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഈ സോഷ്യൽ മീഡിയകളിലും അതുപോലെ കൈരളി TV-യിലും ഒക്കെ ചില കണക്കുകളൊക്കെ പുറത്തു വരുന്നത് നമ്മൾ കാണുന്നുണ്ട്. എന്താ കണക്കുകള്? നമ്മൾ ഇന്നലെ ഇതുമായി ബന്ധപ്പെട്ട് ഒരു കാര്യം സംസാരിച്ചിട്ടുണ്ടായിരുന്നു. എന്നിരുന്നാലും വീണ്ടും പറയുകയാണ്. കാരണം ഇത് ഈ പച്ച നുണ ഇങ്ങനെ വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. കർണാടകയും തെലുങ്കാനയും ഹിമാചൽ പ്രദേശും ഒക്കെ ഈ പറയുന്ന PM ശ്രീയിൽ അംഗമായല്ലോ, അവരൊക്കെ അതിന്റെ ഭാഗമാണല്ലോ എന്നാണ് പറയുന്നത്. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. 2022 സെപ്റ്റംബർ 7 PM ശ്രീ തുടങ്ങുന്നു. അന്ന് തന്നെ ഇതിന്റെ പ്രാരംഭ ഘട്ടത്തിൽ തന്നെ ഈ പറയുന്ന ഹിമാചൽ പ്രദേശിലും ഈ പറയുന്ന കർണാടകയിലും ഈ പറയുന്ന തെലുങ്കാനയിലും ഒക്കെ ഈ പറയുന്ന PM ശ്രീയുമായി ബന്ധപ്പെട്ട MOU-യിൽ ഒപ്പുവെച്ചിട്ടുണ്ട്. ഈ കർണാടകയില് കോൺഗ്രസിന്റെ സർക്കാർ അധികാരത്തിൽ വരുന്നത് എപ്പോഴാ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. കർണാടകയിൽ അധികാരത്തിൽ വരുന്നത് 2023 മെയ്യിലാണ്. തെലുങ്കാനയിൽ അധികാരത്തിൽ വരുന്നത് എപ്പോഴാ? 2023 ഡിസംബറിലാണ്. ഹിമാചൽ പ്രദേശിൽ ഈ പറയുന്ന കോൺഗ്രസ് അധികാരത്തിൽ വരുന്നത് എപ്പോഴാ? 2023 ഡിസംബറിലാണ്. എന്നിട്ട് വീണ്ടും ഇവർ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു നിങ്ങൾ ഒപ്പുവെച്ചില്ലേ എന്ന്. ഈ ഒപ്പുവെച്ചിരിക്കുന്നത് തെലുങ്കാനയിലും ഹിമാചലിലും ഈ പറയുന്ന കർണാടകയിലും ഒക്കെ ഈ ഒപ്പുവെച്ചിരിക്കുന്നത് ഈ പറയുന്ന ഇവർ അധികാരത്തിൽ വരുന്നതിന് മുമ്പത്തെ സർക്കാരാണ്. നിങ്ങൾ കരുതും പോലെ, അല്ലെങ്കിൽ അന്തംഗമ്യ അടിമകൾ പറയുന്നത് പോലെ, രാജാവിനെ ന്യായീകരിക്കും പോലെ എല്ലാ കാര്യങ്ങൾ ഒരു തവണ ഒപ്പിട്ട് കഴിഞ്ഞാല് പിന്നെ ആ പദ്ധതിയിൽ രണ്ടാമത് എല്ലാ വർഷവും പുതുക്കുക എന്ന് പറയുന്ന ഒരു പരിപാടിയില്ല. അല്ലെങ്കിൽ ആ പദ്ധതിയിൽ നിന്ന് പിൻവാങ്ങുക എന്ന് പറയുന്ന ഒരു പരിപാടിയില്ല. മനസ്സിലായില്ലേ? വേണമെങ്കിൽ നമുക്ക് നടപ്പിലാക്കാതിരിക്കാൻ പറ്റുമെന്ന് ശിവൻകുട്ടി പറയുന്നുണ്ട്. പക്ഷെ നടപ്പിലാക്കാതിരിക്കാൻ പറ്റില്ല. നിങ്ങൾ ഈ പദ്ധതിയിൽ ഒപ്പിട്ട് കഴിഞ്ഞാൽ നിങ്ങൾ അതിന് നിർബന്ധിതരായിരിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും നിങ്ങൾക്ക് വേണ്ട. ഇപ്പൊ ഷാഫി പറമ്പിലിന്റെ ഈ ഫേസ്ബുക്ക് കുറിപ്പിന്റെ കമന്റുകളിൽ പല ഈ അടിമകളും ഇങ്ങനെ വന്നിരുന്ന് ന്യായീകരിക്കുന്നുണ്ട്. എന്താണ് ന്യായീകരിക്കുന്നത്? ഈ പറയുന്ന നിങ്ങൾ ഭരിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ ഇതുപോലെ പദ്ധതിയിൽ ഒപ്പുവെച്ചിട്ടില്ലേ എന്ന്. മനസ്സിലായില്ലേ? അത്തരത്തിൽ 2023 ജനുവരിയിൽ ഛത്തീസ്ഗഡ് പദ്ധതിയിൽ ചേർന്നു. 2023 മാർച്ചിൽ ഹിമാചൽ പ്രദേശ് പദ്ധതിയിൽ ചേർന്നു. 2023 ഡിസംബറിൽ തെലുങ്കാന പദ്ധതിയുടെ പദ്ധതിയുടെ ഭാഗമായി എന്നൊക്കെയാണ് പറയുന്നത്. തെലുങ്കാനയും ഹിമാചൽ പ്രദേശും ഈ പറയുന്ന ഛത്തീസ്ഗഡിലും നിങ്ങളൊരു കാര്യം ആലോചിക്കണം. ഹിമാചൽ പ്രദേശിൽ 2023 മാർച്ചിലാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. നിങ്ങൾ പറയുന്ന മാർച്ച് എന്ന് പറഞ്ഞ് തെരഞ്ഞെടുപ്പ് നടന്നതാ 2022 സെപ്റ്റംബറിൽ തന്നെ ഹിമാചൽ പ്രദേശ്. നിങ്ങൾ വേണമെങ്കിൽ PM ശ്രീയുടെ വെബ്സൈറ്റിൽ ഒന്ന് കയറി നോക്ക്. അവിടെ ഇതിന്റെ വ്യക്തമായ ഡേറ്റുകൾ ഉണ്ട്. ഈ പറയുന്ന തെരഞ്ഞെടുപ്പുകൾ നടക്കുന്നതിന് മുമ്പ് തന്നെ ഛത്തീസ്ഗഡും ഈ പറയുന്ന തെലുങ്കാനയും കർണാടകയും രാജസ്ഥാനും ഒക്കെ ഈ പറയുന്ന MOU-യിൽ PM ശ്രീയുടെ പദ്ധതിയുമായി ബന്ധപ്പെട്ട MOU-യിൽ ഒപ്പുവെച്ചിട്ടുണ്ട്. 2022 തന്നെ ഒപ്പുവെച്ചിട്ടുണ്ട്. നിങ്ങൾ ഈ പറയുന്നത് പോലെയല്ല. നിങ്ങൾ പച്ചക്കള്ളം പറയരുത്. PM ശ്രീയുമായി ബന്ധപ്പെട്ട പച്ച നുണകൾ നിങ്ങൾ വിളിച്ചു പറയരുത്. കാരണം PM ശ്രീയുടെ വെബ്സൈറ്റിൽ ഇതൊക്കെ വളരെ വ്യക്തമായിട്ട് കാണിക്കുന്നുണ്ട് എന്നുള്ളത് തിരിച്ചറിവ് അടിമകൾക്കുണ്ടാവണം. അടിമകൾ വീണ്ടും ഇങ്ങനെ ഇത്തരത്തിലുള്ള പച്ച നുണകൾ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. മനസ്സിലായില്ലേ? ഈ പറയുന്ന ഇന്നലെ MP ഗോവിന്ദൻ പറയുന്നത് കേട്ടു, രാജസ്ഥാനാണ് ആദ്യമായിട്ട് ഒപ്പുവെച്ചത് എന്ന്. രാജസ്ഥാനാണ് ഈ പറയുന്ന PM ശ്രീ പദ്ധതിയിൽ ആദ്യമായിട്ട് ഒപ്പുവെച്ചത് രാജസ്ഥാനാണ് എന്ന് ഈ പറയുന്ന ഗോവിന്ദൻ സഖാവിന് ഇനി വല്ല ഇൻഫർമേഷൻ കിട്ടിയതാണോ എന്നറിയില്ല. PM ശ്രീയുടെ ഈ പറയുന്ന ഔദ്യോഗിക വെബ്സൈറ്റിൽ അങ്ങനെ രാജസ്ഥാനല്ല ആദ്യമായിട്ട് ഒപ്പുവെച്ചിരിക്കുന്നത്. ആദ്യമായിട്ട് ഒപ്പുവെച്ചിരിക്കുന്നത് ഈ പറയുന്ന മറ്റൊരു സംസ്ഥാനമാണ്.
എന്നിട്ടും അടിമകൾ പച്ച നുണകൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. PM ശ്രീയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും PM ശ്രീയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ഏത് സംസ്ഥാനമാണ്, എപ്പോഴാണ്, ഏത് ദിവസമാണ് ഒപ്പുവെച്ചിരിക്കുന്നത് എന്നുള്ള വ്യക്തമായ കാര്യങ്ങൾ PM ശ്രീയുടെ വെബ്സൈറ്റിലുണ്ട്. എന്നിട്ടും അതൊക്കെ മറച്ചു വെച്ചുകൊണ്ട് ഈ പറയുന്ന ഹിമാചൽ പ്രദേശിൽ 2023 മാർച്ചിലാണ്, ഈ പറയുന്ന തെലങ്കാനയിൽ 2023 ഡിസംബറിലാണ് എന്നൊക്കെ പറയുന്നത്. ആ മാർച്ചിലും ഡിസംബറിലും 2023 ഈ ഹിമാചൽ പ്രദേശിലും തെലങ്കാനയിലും ഒക്കെ തെരഞ്ഞെടുപ്പ് നടന്നിരിക്കുന്നത്. ആ തെരഞ്ഞെടുപ്പ് നടന്നിരിക്കുന്ന മാസം കറക്റ്റായി എഴുതിക്കൊണ്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി പച്ച നുണകൾ അടിമകൾ പടച്ചു വിട്ടുകൊണ്ടേയിരിക്കുന്നു എന്നുള്ളതാണ്.